Hi students, welcome to Exam by Learning. നമ്മൾ എംസാറ്റിൻ്റെയും STSൻ്റെയും മലപ്പുറം സഹോദയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBSE-ക്കാരെ എഴുതുന്നൊരു എക്സാമാണ് സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനെ നമ്മൾ മാത്തമാറ്റിക്കൽ ഗണിതശാസ്ത്ര പരിഷത്ത് നടത്തുന്ന ഒരു എക്സാമാണ് സ്റ്റേറ്റിലെ കുട്ടികൾക്കും വേണ്ടി. ഓക്കെ, സോ ഇത് രണ്ടിൻ്റെയും എന്താണ് ഒരു കമ്പൈൻഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാംസിൽ ചോദിച്ച മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അതിൻ്റെ കൂടെ അതിൻ്റെ തിയറിയും കൂടി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എംസാറ്റോ STSO എഴുതുന്ന സ്റ്റുഡൻസിനുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്സ് മാത്രമല്ല കെമിസ്ട്രിയും ബയോളജിയും എല്ലാ ചാപ്റ്ററും MTC മാത്തമാറ്റിക്കൽ മാത്സ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് വേണ്ടി മാത്സിനൊക്കെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലേലിസ്റ്റ് പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാം. ഓക്കെ, നിങ്ങളെല്ലാം കാണാം, നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ഫിസിക്സിൻ്റെ ഒരു 2-3 റെക്കോർഡിങ്സ് നമ്മളുണ്ടാവും. ആദ്യത്തെ റെക്കോർഡിങ്സ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിന് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആ എക്സാംസിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതുപോലെ അതിൻ്റെ ഒരു തിയറി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, ആ ഒരു എക്സാമിന് ചോദിച്ച കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആ ഒരു ടഫ്നെസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫോഴ്സ്, ലോസ് ഓഫ് മോഷന്, ബലം എന്നൊക്കെയുള്ള ചാപ്റ്റർ എന്നുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. നോക്കടാ, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. വാട്ട് ഫോഴ്സ് ഇസ് നീഡഡ് ടു ആക്സലറേറ്റ് എ 50 കിലോഗ്രാം വാഗൺ ഫ്രം റെസ്റ്റ് ടു 5 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 2 seconds? അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? M തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 60 കിലോഗ്രാം. ഓക്കെ, കൂടാതെ ആര് തന്നിട്ടുണ്ട്? U തന്നിട്ടുണ്ട്. ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് U തന്നിട്ടുണ്ട് 0 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഫ്രം റെസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. ടു 5 മീറ്റർ പെർ സെക്കൻഡ്, അതായത് V ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ടൈം തന്നിട്ടുണ്ട്. ഈ 0 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 5 മീറ്റർ പെർ സെക്കൻഡ് ആവാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ 2 seconds ആണ്. ഓക്കെ, 2 seconds ആണ്. F is equal to നമുക്ക് എന്തറിയാം? MA എന്നറിയാം. ഓക്കെ, MA എന്നറിയാം. മാസ് നമുക്കറിയാം. ആക്സലറേഷൻ പക്ഷെ ഡയറക്റ്റ്ലി തന്നിട്ടില്ല. ഡയറക്റ്റ്ലി തന്നിട്ടില്ലെങ്കിലും നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, V is equal to U plus AT. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം V minus U by T is equal to A എന്ന് എഴുതാം. ഓക്കെ, V എന്നുണ്ട്, U എന്നുണ്ട്, T എന്നുണ്ട്. സോ ആക്സലറേഷൻ കാണാം. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു V എത്രയാ? 5, U എത്രയാ? 0, T എത്രയാ? 2. സോ 5/2, അതായത് 2.5 ആണ് നമ്മളെ ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അതൊന്നും അല്ലാത്തവർക്ക് നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് ആണ് നമുക്കറിയാം. മൊമെന്റം എന്ന് പറഞ്ഞാൽ MV മൈനസ് MU ബൈ T ആണെന്ന് അറിയാം. M ഇൻറ്റു V മൈനസ് U ബൈ T. ഓക്കെ, സെയിം സാധനമാണ്. നമ്മൾ ആക്സിലറേഷൻ വേറെ സെപ്പറേറ്റ് ഡിറൈവ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതറിഞ്ഞാലും മതി, അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാനും പറഞ്ഞാൽ മതി. ഓക്കെ, സോ മാസ് എത്രയാ? 60 കിലോഗ്രാം. ആക്സിലറേഷൻ എത്രയാ? 5/2. ഓക്കെ, 5/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ 30 × 5 വരും 150 ന്യൂട്ടൺ ആൻസർ വരും. 150 ന്യൂട്ടൺ ആൻസർ വരും. ഓക്കെ, കാൽക്കുലേഷൻ ഒന്നും തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓപ്ഷൻ C ആൻസർ വരും. ഓക്കെ, ഫോഴ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, STSC-ക്കായാലും MSAT-നായാലും ചോദിക്കാം. F is equal to MA ആണ്. ആക്സലറേഷൻ ഡയറക്റ്റ്ലി തന്നിട്ടില്ല. സോ ആക്സലറേഷൻ കാണാൻ വേണ്ടി V is equal to U plus AT നമ്മൾ Aനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. സോ V minus U by T നമുക്ക് കിട്ടി. Vയും Uവും T ഒക്കെ തന്നിട്ടുണ്ട്. U റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ സോ U is equal to 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. V എന്ന് പറഞ്ഞാൽ 5 നമുക്ക് തന്നിട്ടുണ്ട്. ടൈം 2 സെക്കൻഡ് ആണ്. ഓക്കെ, ഫോഴ്സ് എന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്ക്. എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ടു എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 50 മീറ്റർ പെർ സെക്കൻഡ്. ഹൗ ലോങ് ഡസ് ദ ബോഡി ടേക്ക് ടു സ്റ്റോപ്പ്? അതായത് 15 മീറ്റർ പെർ സെക്കൻഡ്, 15 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ബോഡി വരികയാണ്. 25 കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ 20 കിലോഗ്രാം ആണ്. 20 കിലോഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. നമുക്ക് എന്തൊക്കെയാ അറിയാടാ? ഓക്കെ, 50 ന്യൂട്ടൺ. F is equal to 50 ന്യൂട്ടൺ. പിന്നെയോ M is equal to 20 kilogram
പിന്നെ വിത്ത് സ്പീഡ് ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ്സിലാണ് ഇയാൾ വരുന്നത്. അതായത് യു എന്ന് പറഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഹൗ ലോങ് ഡസ് ദ ബോഡി ടേക്സ് ടു സ്റ്റോപ്പ്? ടി ആണ് ചോദിച്ചത്. ഓക്കെ, എങ്ങനെ അത് ചെയ്യും? നമുക്കറിയാം വെലോസിറ്റിയും ടൈമും എന്താണ് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ v is equal to u plus at. ഓക്കെ, ഇവിടെ നമുക്ക് ടൈം ഇസ് ഈക്വൽ ടു v മൈനസ് യു ബൈ എ എന്ന് എഴുതാം. യുവിനെ ഞാൻ ഇങ്ങോട്ട് കൊടുന്ന് മൈനസ് ആയി ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് v അറിയാം. v എങ്ങനെയാണ് അറിയാം? ഹൗ ലോങ് ഡസ് ദ ബോഡി ടേക്ക് ടു സ്റ്റോപ്പ്? അതായത് 15 മീറ്റർ പെർ സെക്കൻഡിൽ വരുന്ന ബോഡി സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ v എത്രയാ? 0. അയാളെ റെസ്റ്റിലോട്ടാണ് എത്തുന്നത്. സോ v 0 ആണെന്ന് അറിയാം. u നമുക്കറിയാം 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് അറിയാത്ത ആളെ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ നമുക്ക് എന്ത് എഴുതാം? എഫ് ബൈ എം എന്ന് എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. സോ എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം. എഫ് എത്രയാ? 50 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ എം എത്രയാ? 20 കിലോഗ്രാം. ഓക്കെ, അതായത് 5/2 അതായത് 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് 5/2 തന്നെ എഴുതാം. ഓക്കെ, കാൽക്കുലേഷൻ എളുപ്പത്തിനും വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. വി എത്രയാ? 0. സോ 0 മൈനസ് ഓക്കെ യു എത്ര വരാ? 15 ഡിവൈഡഡ് ബൈ ആക്സലറേഷൻ എത്രയാ? 5/2. ഓക്കെ, സോ ആൻസർ വരും 2 മുകൾക്ക് വരുന്ന 30/5 അതായത് 6 സെക്കൻഡ് എന്ന് വരും. ഓക്കെ, -6 ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് വരാം. അത് നമ്മുടെ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കൊടുക്കുന്നത്. സോ ഫോഴ്സ് നെഗറ്റീവ് എടുത്താലേ ഇവിടെ എന്ത് വരും? ഫോഴ്സ് നെഗറ്റീവ് എടുക്കേണ്ടത്. ഓക്കെ, ഫോഴ്സ് നെഗറ്റീവ് എന്നാൽ -5/2 വരും. സോ -5/2 വരും. ഈ മൈനസും വെട്ടിയിട്ട് പോസിറ്റീവ് ടൈം കിട്ടും. ഓക്കെ, സോ നമ്മൾ എന്ത് അങ്ങോട്ട് യു പോസിറ്റീവ് എടുക്കുന്നത്. സോ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എഫ് നെഗറ്റീവ് ആയിരിക്കണം. ഓപ്പോസിറ്റ് കൊടുത്താലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ബോഡി റെസ്റ്റിലോട്ട് പോകുള്ളൂ. ആ ഒരു സൈനെ അവിടെ കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ വരും. 6 സെക്കൻഡ് ആണ് ഓപ്ഷൻ വരിക. ഓക്കെ, സോ നമ്മൾ ഫോഴ്സ് എന്നൊരു ഇക്വേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് നമ്മളെ മൈൻഡിൽ വേണം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ ഫോഴ്സിൽ ചെയ്ത ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു എം എ നമുക്ക് ഓർമ്മ വേണം. അതല്ലാതെ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലെങ്കിൽ നമ്മൾ മാറ്റി എഴുതിയിട്ട് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഓക്കെ, ഡി പി എം വി ടു മൈനസ് എം വി മൈനസ് എം യു ഡിവൈഡ് ബൈ ടി ആണ് വരിക. അവിടെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്ത്. ഓക്കെ, സോ ആ രണ്ട് ഇക്വേഷൻസും എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ വേണം. എംസാറ്റിനും STSCക്കൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ വർക്ക് എനർജി പവർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. 100 gram ball is dropped from a height of 300 centimeter. The change in potential energy of the ball at that height is okay. Take acceleration due to gravity is equal to 9.8 meter per second square. എങ്ങനെയാണ് കാണാം? നമുക്കറിയാം ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ് ചോദിച്ചത്. 300 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ നിന്ന് ബോള് താഴോട്ട് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എത്രയാ? താഴോട്ട് എത്തുമ്പോൾ എന്തായാലും പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഓക്കെ, സോ മുകളിൽ എത്തുമ്പോഴുള്ള മാക്സിമം ആണ്. അപ്പോൾ മുകളിലുള്ള എത്രയാണോ പൊട്ടൻഷ്യൽ എനർജി അത് 0 ആയിട്ട് മാറുന്നതാണ്. സോ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താ? mgh. മാസ് എത്രയാ? മാസ് എത്ര തന്നിട്ടുണ്ട്? 100 gram. ജൂളിലാണ് നമ്മൾ ആൻസർ ഒക്കെ. സോ SI യൂണിറ്റ് ആണ്. സോ നമുക്ക് മാസ് മാറ്റി ഗ്രാം മാറ്റി കിലോഗ്രാമിലോട്ട് ആക്കണം. ഗ്രാം എത്രയോ? ഗ്രാം അതെന്നുള്ള 100 gram. ഗ്രാമിന് എങ്ങനെ കിലോഗ്രാമിലോട്ട് മാറ്റുക? ഇൻറ്റു 10⁻³ ഗ്രാം ടു കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു 10⁻³ ഓക്കെ. കിലോഗ്രാം ടു ഗ്രാം ആണെന്നുണ്ടെങ്കിലോ ഇൻറ്റു 10⁻³ ഓക്കെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഗ്രാമിൽ കിലോഗ്രാമിലോട്ട് ആക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ വേണ്ടി വരിക. കാരണം കിലോഗ്രാം ആണ് SI യൂണിറ്റ്. ഇൻറ്റു 10⁻³ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് മാസ് കിട്ടി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ തൽക്കാലം 10 എടുക്കുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ 9.8 എടുത്താലും 10 എടുത്താലും ഉത്തരം ഏകദേശം ക്ലോസ് ആയിട്ടാണ് വരാം. ഓക്കെ, സോ ഞാൻ 10 എടുക്കുന്നേ. എച്ച് എത്രയാ? എച്ച് നമുക്ക് സെന്റിമീറ്ററിൽ തന്നിട്ട് അയാളെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റണം. സെന്റിമീറ്റർ എങ്ങനെയാണ് മീറ്ററിലോട്ട് മാറ്റുക? സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ എച്ച് എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. സോ 100 ×
10⁻². 100 സെന്റിമീറ്റർ അല്ലേ? 300 സെന്റിമീറ്റർ. ഓക്കെ, 300 സെന്റിമീറ്റർ ആണ്. സോ 300 × 10⁻², 3 എന്ന് ആൻസർ വരും. ഓക്കെ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 10² 10³ ഇവിടെ വെട്ടിപ്പോവും. ഓക്കെ, 10³ × 10⁻³ എന്താണ് 1 ആണ് ആൻസർ വരിക. ഓക്കെ, 10⁻². സോ ആൻസർ വരും 3 ജൂൾ എന്ന് ആൻസർ വരും. സോ 3 ജൂൾ ആൻസർ വരുന്നത് എന്തുകൊണ്ടാ? 3 ജൂൾ ആൻസർ വരുന്നത് G = 9.8 നിർത്തുകൊണ്ടാണ്. സോ 3 ജൂൾ ആൻസർ ഇവിടെ ഓപ്ഷനിലുണ്ട്. പക്ഷേ നമ്മൾ ആൻസർ ഏത് എഴുതാമുള്ളൂ? 2.94 ജൂളേ എഴുതാൻ പാടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു G നമ്മളെടുത്തത് 10 ആണ്, 9.8 ക്വസ്റ്റ്യൻ എടുക്കാൻ പറയണേ. സോ ക്ലോസ് ആയിട്ട് വരുന്ന ഏതാണോ അത് എടുക്കുക. ഓക്കെ, തെറ്റിപ്പോരുത്. ഓക്കെ, യെസ്. ഞാൻ നേരത്തെ വിചാരിച്ചത് ഇതെല്ലാം വളരെ ദൂരെയുള്ള അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണെന്നാണ്. പക്ഷേ 3ഉം 2.94ഉം ഏകദേശം അടുത്തടുത്താണ്. ബട്ട് സ്റ്റിൽ നമ്മളെ ലോജിക്ക് വർക്ക് ചെയ്യും. കാരണം എന്താ, 3 ജൂള് നമ്മൾ എടുത്തത് കിട്ടിയത് 10 എടുത്തപ്പോഴാണ്. സോ എനിവേ 3 ജൂളിനാണെങ്കിൽ കുറച്ചും കൂടി കുറവായിരിക്കും നമ്മൾ ആൻസർ വരിക. സോ നമ്മുടെ ലോജിക് വർക്ക്സ്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലോജിക്ക് യൂസ് ചെയ്യാം, വേഗം കാൽക്കുലേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ 9.8 ഒക്കെ എടുത്തിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. നമ്മൾ വർക്ക് എനർജി പവറിലെ വേറൊരു ഇക്വേഷൻ അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ. 2 bodies have ratio of their momentum as 1:2. The second body has double the mass of the first. The ratio of their kinetic energy. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് കൈനറ്റിക് എനർജിയും മൊമെന്റും മാസ് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, അതറിയണം. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½mv² ആണ്. ഓക്കെ, സോ കൈനറ്റിക് എനർജി മൊമെന്റും മാസും തമ്മിലുള്ള റിലേഷൻ എന്താടാ? ചിലവർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർ ഇപ്പോൾ പഠിക്കുക. p²/2m. ഓക്കെ, p²/2m ഇത് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. m മാസ്, p മൊമെന്റം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി തന്നെ കിട്ടും. നോക്കി ഓക്കെ, p എന്ന് പറഞ്ഞാൽ mv ആണ്. സോ p² m² v² / 2m. ഓക്കെ, ഈ m കട്ടായി പോയാൽ ½mv² ആൻസർ വരും. നോക്കിയാൽ മതി. ഓക്കെ, സോ ഇത് നമ്മളെ ഒരു സ്റ്റാൻഡേർഡ് ഫോമുലയാണ്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഈ ഫോമുല വേണം, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, സോ നിങ്ങൾ എന്താണ് MSAT എന്ന് ചോദിച്ച ചോദ്യമാണ്. സോ നമുക്ക് ചെയ്ത് നോക്കാം. ബോഡി റേഷ്യോ ഓഫ് ദെയർ മൊമെന്റ്, അതായത് P1/P2 എത്ര തന്നിട്ടുണ്ട്? 1/2 തന്നിട്ടുണ്ട്. അതായത് അതുപോലെ മാസ്, സെക്കൻഡ് ബോഡി ഹാസ് ഡബിൾ ദ മാസ്. സോ m1/m2 എന്താ? m1/m2. m2 എന്ന് പറഞ്ഞാൽ 2m ആണ്. m1 m ആണെങ്കിൽ m2 2m ആണ്. സോ 1/2 തന്നിട്ടുണ്ട്. m2/m1 2 ആണ്. സോ m1/m2 എന്ന് എഴുതാം, 1/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി കൈനറ്റിക് എനർജിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. കൈനറ്റിക് എനർജി നമുക്ക് K1/K2, കൈനറ്റിക് എനർജി K കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? അവിടെ നിന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. P1²/P2² ഇൻറ്റു m2/m1. m2/m1. എന്തുകൊണ്ട് അവിടെ മുകളിൽ P1ഉം മുകളിൽ ഇവിടെ m2 വന്നത്? കാരണം Pക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, എമ്മിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ P1/P2 എത്രയാടാ? P1/P2 1/2 ആണ്. സോ P1/P2 2 1/4 വരും. m2/m1 എത്രയാടാ? m1/m2 1/2 ആണ്. m2/m1 2 വരും. സോ 1/2 ആൻസർ വരും. 1:2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ കൈനറ്റിക് എനർജിയും മൊമെന്റും തമ്മിലുള്ള ഈ റിലേഷൻ മറന്നു പോകരുത്. വർക്ക് എനർജി പവറിലെ ഇക്വേഷനെ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ mgh, kinetic energy equation ½mv², kinetic energy പൊട്ടൻഷ്യൽ എനർജി, kinetic energy മൊമെന്റും മാസും റിലേറ്റ് ചെയ്യുന്ന ഈക്വേഷൻ p²/2m മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, MSAT ചോദിച്ചു ചോദ്യം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A car of mass 800 kg change its velocity from 20 meter per second to 70 meter per second in 25 seconds. Calculate the power expended by the car to change its velocity. Okay, power ആണ് ചോദിച്ചത്. പവർ. ഓക്കെ, പവറിന്റെ ഇക്വേഷൻ എന്താടാ? എനർജി ബൈ ടൈം. മറന്നു പോകരുത്. എനർജി എന്ന് പറഞ്ഞാൽ എനർജിന്റെ യൂണിറ്റ് എന്താ? ജൂൾ. ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈം ആണ്. യൂണിറ്റ് എന്താടാ? വാട്ട്. മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഓക്കെ, സോ എനർജി ബൈ ടൈം ആണ് നമ്മളെ പവർ. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 800 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു കാർ ആണ്. സോ അയാളുടെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് 70 മീറ്റർ പെർ സെക്കൻഡ് ആവുന്നത് ഇൻ 25 സെക്കൻഡ്. ഓക്കെ, സോ കാൽക്കുലേറ്റ് ദ പവർ. ഓക്കെ, ടൈം നമുക്ക് തന്നിട്ടുണ്ട്
25 സെക്കൻഡ് ആണ്. പക്ഷേ എനർജി നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. എനർജി ഇയാൾ എനർജി ഇവിടെ എന്താ, ഒരു കാർ ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ കാർ എന്താണ് ഒരാൾക്ക് വെലോസിറ്റി ഉണ്ടെങ്കിൽ അയാളെ എനർജി ഏതാ, കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയാണ്. സോ ഇവിടെ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ട്. വർക്ക് ഡൺ അഥവാ എനർജി നമ്മളത് പഠിച്ചിട്ടുണ്ട്. വർക്ക് എനർജി തിയറി പഠിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഓക്കെ, മറന്നു പോയരുതേ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ഇതിവിടെ അപ്ലൈ ചെയ്താൽ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്കിനാണ് നമ്മൾ എന്ത് പറയാ, മറ്റൊരു വേർഡിൽ പറയാ എനർജി. ഓക്കെ, എനർജി വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് എനർജി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ അത്ര ഇടാം, ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഓക്കെ, ഹാഫ് എം എത്രയാ, 800 കിലോഗ്രാം. SI യൂണിറ്റ് ആണ്, നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, ഹാഫ് എമ്മിനെ ഞാൻ പുറത്തേക്ക് എടുത്ത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ചെയ്താൽ മതി. വി സ്ക്വയർ എത്രയാ, 70 മീറ്റർ സ്ക്വയർ. 70 സ്ക്വയർ മൈനസ് 20 സ്ക്വയർ. ഓക്കെ, യു 20 സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്താലേ നമുക്ക് ആൻസർ ആവും. ഇവിടെ എന്താവും, ഈ 400 ആവും. സോ 400 ആവും. 70 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4900 4900 മൈനസ് 400 400. ഓക്കെ, ഇൻറ്റു 400. 4900 4900 നമുക്ക് 400 പോയാൽ 4500. 4 ഇൻറ്റു 10 സ്ക്വയർ ഇൻറ്റു 4.5 ഇൻറ്റു 4500 റൈറ്റ്. സോ നമുക്ക് 10 ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, 4 ഇൻറ്റു 4.5 എന്ന് പറഞ്ഞാൽ 4.5 ഇൻറ്റു 2 9 18 ഇൻറ്റു 10⁵5 എന്ന് വരും. ഓക്കെ, ഇതെന്താണ്, നമ്മൾ വർക്ക് ഡൺ ആണ്. സോ പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം. സോ 18 ഇൻറ്റു 10⁵5 ഡിവൈഡഡ് ബൈ എത്രയാ വരിക, ടൈം എത്രയാ 25. ഇത് ചെയ്താൽ നമുക്ക് ആൻസറായി, ഉത്തരമായി. ഓക്കെ, മറന്നു പോരുതേ. സോ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ അതിനനുസരിച്ച് മാച്ച് ചെയ്തിട്ട് ഉത്തരം എഴുതാം. മറന്നു പോരുതേ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് എന്ത്, വർക്ക് ഡൺ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ കെ ഇ. ഓക്കെ, സോ ഇക്വേഷൻസ് ഒന്നും വിട്ടുപോരുത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് വർക്ക് ഡൺ. സോ നമ്മൾ അവിടുന്ന് വർക്ക് ഡൺ കണ്ടു. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റിൻ്റെ സ്ക്വയർ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ സ്ക്വയർ ഹാഫ് എം യു സ്ക്വയർ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു കണ്ടു. ഡിവൈഡഡ് ബൈ എന്താണ്, ടൈമാണ്. നമ്മൾ പവർ ടൈം നമുക്ക് ഓപ്ഷനിൽ അല്ലെങ്കിൽ ചോദ്യത്തിൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 25 സെക്കൻഡ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഉത്തരം കിട്ടി. ഓക്കെ, സോ തൽക്കാലം നമ്മളെ ഫോഴ്സിനെയും വർക്ക് എനർജി പോലെയും ചില ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് റിലീസ് ചെയ്യും. എല്ലാവരും നന്നായിട്ട് എംസാറ്റിനും STSക്ക് പ്രിപ്പയർ ചെയ്യാം. എല്ലാവർക്കും സ്കോളർഷിപ്പ് എല്ലാം കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.